അടുത്ത ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലെ വന്നപ്പോൾ ലേറ്റ് ആയിരുന്നു. അങ്ങനെ മൂന്നാറിലോട്ടാണ് ഇനി മൂന്നാർ സൈറ്റ് സീയിങ്. ആദ്യം പോകുന്നത് രാജമലയാണ്, ഇരവികുളം നാഷണൽ പാർക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു. ഇപ്പം നല്ല ബ്ലോക്കാണ്, വഴി പണി നടക്കുന്നതുകൊണ്ടും പിന്നെ അല്ലാതെയും നല്ല ബ്ലോക്കുണ്ട്. ആളുകളുടെ തിരക്ക്, പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കൂടുതലായിരുന്നു. അങ്ങനെ ഏകദേശം മൂന്നാർ ടൗൺ എത്താറായി. അങ്ങനെ മൂന്നാർ ടൗണിൽ നിന്ന് ഇരവികുളം നാഷണൽ പാർക്ക് എത്തി. അങ്ങനെ ഞങ്ങൾ ഇരവികുളം നാഷണൽ പാർക്കിൽ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി ഇടാൻ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അപ്പോൾ ഗാർഡിൻ്റെ കയ്യും കാലും പിടിച്ചിട്ട് മേളിൽ ഒരു പാർക്കിംഗ് കിട്ടി. അങ്ങനെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ബോർഡാണ് ഇത് കേട്ടോ. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ജോജോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോയി കഞ്ഞി കുടിക്കാൻ പോകാനുള്ള പോക്കാണ്. അങ്ങനെ അതാണ് അവന് ജോജോ കേട്ടോ. ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ പോകാനായിരുന്നു. അങ്ങനെ കഞ്ഞി കുടിക്കുക പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ മ്യൂസിയത്തിലേക്കാണ് വന്നേ. അങ്ങനെ മ്യൂസിയത്തിൽ വന്നു. അവിടെയും തിരക്കായിരുന്നു. ഏകദേശം ഒരു മൊത്തത്തിലൊരു 2-3 മണിക്കൂർ കിടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടു അവിടെ വെച്ച്. എൻ്റെ ഒരു ഫോളോവറും കൂടാണ്, ഇതാണ് നമ്മുടെ ശ്രീജിത്ത്. പുള്ളിയുടെ യാത്രയൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഗസ്റ്റ് നേരത്തെ വന്നായിരുന്നു. പിന്നെ പോയത് മൂന്നാർ ടൗണല്ലാണേ. അങ്ങനെ മാട്ടുപ്പെട്ടിക്ക് പോകാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് പിന്നെ തിരിച്ചു പോരേണ്ടി വന്നു. അങ്ങനെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അവിടെ എത്തി. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ സൈഡിൽ മണ്ണിടിഞ്ഞേക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ ഇനിയും നേരെ ആനച്ചാലിന് പോകണം. എൻ്റെ കാലൊന്ന് ഡ്രസ്സ് ചെയ്യണം. എൻ്റെ കാലൊന്ന് മുറിഞ്ഞെന്ന് പറഞ്ഞില്ലായിരുന്നു. അങ്ങനെ ആനച്ചാൽ എത്താറായപ്പോഴത്തേന് ഗസ്റ്റിനെ കൊണ്ടുവിട്ടു. ആനച്ചാൽ എത്താറായപ്പോഴത്തേന് നല്ല ബ്ലോക്ക് കിട്ടി. അമ്പലത്തിൻ്റെ ഉത്സവമായിരുന്നു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.